ഫ്രണ്ട്സ്, വെൽക്കം ടു MS2 വ്ലോഗ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഐറ്റം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. അത് നാഷ്വില്ല ഹോട്ട് ഫ്രൈ ചിക്കൻ എന്നാണ് നമ്മളുടെ ഈ ചിക്കൻ്റെ പേര്. നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് തരാം. എന്നാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട്സ്, അപ്പോൾ നാഷ്വില്ലൻ ഹോട്ട് ഫ്രൈ ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ, കുരുമുളക്, ചില്ലി സോസ്, മൈദ, മുളക് പൊടി, തേൻ, മുട്ട, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, തൈര്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് തൈര് ആവശ്യത്തിന് ഇതിലോട്ട് ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് അല്പം കുരുമുളക് ഇതിലോട്ട് ചേർക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ചേർക്കാം. ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു മുട്ട ഇതിലോട്ട് നമുക്ക് പൊട്ടിച്ചിടാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കൂട്ട് നല്ല കട്ടിയായിരിക്കണം, നല്ല ചിക്കനിൽ പിടിക്കുള്ളൂ. ബാലൻസ് ഉള്ളത് നമുക്ക് മാറ്റി വെക്കാം. ഡിപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് കോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ചിക്കൻ കോട്ട് ചെയ്യാനായിട്ടുള്ള മിക്സ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് മൈദപ്പൊടി ഇതിലോട്ട് ഇടാം ആവശ്യത്തിന്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ ഗാർലിക് പൗഡർ കുറച്ച്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ചിക്കൻ നമ്മൾക്കിതിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല രീതിക്ക് കോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തതിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതിലിട്ട് കോട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സോസ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ചില്ലി സോസ് കുറച്ച് ഒഴിക്കാം. കുറച്ച് മുളക് പൊടി ഇതിലോട്ട് ചേർക്കാം. കുറച്ച് തേൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിത് പാൻ എടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ എണ്ണയിലോട്ടിടാം. ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാറ്റി വേറെ പാത്രത്തിലോട്ട് ഇടാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസിലോട്ട് നമുക്ക് ഈ ചിക്കൻ മിക്സ് ചെയ്യാം. സോസ് ഇതിലോട്ട് നല്ലോണം മിസ്സായിട്ടുണ്ട്. നമുക്കിത് ഈ പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് തരാം. നാഷ്വില്ലിയൻ ഹോട്ട് ഫ്രൈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാം. നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു വേറൊരു ദിവസം വേറൊരു ടിപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും.